Psychology for Beginners, Understanding the Mind, a journey through human thoughts and behavior. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറ്റുന്ന എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് ഇരുന്നാ നന്ദിയായിരുന്നു. എല്ലാരും ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു പോവാ, നിങ്ങളത് ഇങ്ങനെ കേൾക്കാന്നുള്ളത് ശരിക്കും ഒരു മടുപ്പുണ്ടാക്കും. സോ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ റിപ്ലൈ ആക്കാം. അങ്ങനെ നമുക്ക് എന്തായാലും റെസ്പോണ്ട് ചെയ്ത് അങ്ങനെ പോവാ. നിങ്ങൾക്ക് പറയാനുള്ളത് ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ പറയാം. പിന്നെ അവസാനം നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് ടൈം വരുന്നതായിരിക്കും. അപ്പോ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാല്ലാ ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്യട്ടെ. ആദ്യം തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങള് അവസാനമായിട്ട് സന്തോഷിച്ച ഒരു ദിവസം അതൊന്ന് പറയോ? ഇതെന്താ ആരും സന്തോഷിക്കാറില്ല? ഇന്ന്. ഓക്കെ, ഇന്ന് ടുഡേ. വേറെ ആർക്കും സന്തോഷില്ല? എല്ലാരും ഹാപ്പിയിലായിരിക്കുമല്ലോ ന്യൂ ഇയർ ഒക്കെ ആയിട്ട്. ഹാപ്പി ആയാൽ മതി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ചിലപ്പോ പല ആൾക്കാരും ആലോചിക്കുന്നുണ്ടാവും ഏതാ ഡേ എന്നുള്ളത്, സന്തോഷിച്ച ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം പറയാത്തവരുണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പം ഒരു 15 ആൾക്കാരെന്തോണ്ട് തോന്നുന്നു ലൈവിൽ. അത്രയും ആൾക്കാരുണ്ടായിട്ടു ആകെ വെറും 3-4 ആൾക്കാരാണ് അവസാനം സന്തോഷിച്ചൊരു ഡേ പറയാൻ പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 24 hours ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ദിവസത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ജോലി ചെയ്യുന്നവരുണ്ടാവാം, അപ്പം ജോലി ചെയ്യുന്നുണ്ടാവും. പക്ഷെ പിന്നെ വീട്ടു ജോലികളിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഫോൺ ഇങ്ങനെ കുറെ സമയം റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടു നിൽക്കുന്നവരുണ്ടാവും. അപ്പം ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ആവശ്യമുള്ള കാര്യമാണോ ആവശ്യമില്ലാത്ത കാര്യമാണോ എന്നുള്ളത് ഒരിടത്ത്. പക്ഷെ നമ്മൾ ഒരു ദിവസത്തിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. അപ്പം പിന്നെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വെറുതെ നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്ത് കണ്ട് ടെൻഷൻ അടിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പം പിന്നെ മറ്റുള്ളവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മള് അയൽക്കൂട്ടം എന്ന് പറയുന്നത് ഇപ്പം കുടുംബശ്രീ എന്നാണ് നമ്മൾ ഇവിടെ പറയാനുള്ളത്. അപ്പം ഈവനിങ് എല്ലാം ഇങ്ങനെ ഇരുന്ന് നാട്ടുകാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യും. അപ്പം അതിനൊക്കെ ഇങ്ങനെ കുറെ സമയമുണ്ട്, ആൾക്കാർക്ക് കുറെ സമയമുണ്ട്. പക്ഷെ നമ്മുടെ സെൽഫിനെ കുറിച്ച് ആലോചിക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. പിന്നെ സെൽഫ് എന്താണോ എന്ന് ആലോചിക്കുമ്പം തന്നെ ആൾക്കാർക്ക് അതിന് സമയമില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണെന്നുള്ളത് മെജോറിറ്റി ആൾക്കാരും പതാരം കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് ശരി നമ്മളെ ഹാപ്പി ആവാന്നുള്ളത് നമ്മളെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. നമ്മൾ എത്രത്തോളം ഹാപ്പി ആവുന്നു അതുപോലെ നമ്മളെ ഹെൽത്തും നല്ല രീതിയിൽ പോകും. നമ്മൾ എപ്പോഴും നമ്മളെ ഹാപ്പിനെസ് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അതിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുക. പിന്നെ അപ്പം ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളത്
കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കും. ഇടക്ക് ഇങ്ങനെ റേഞ്ച് പോയോണ്ട് ഇങ്ങനെ മുറിഞ്ഞ് കേൾക്കാണ്. ഇപ്പൊ ക്ലിയർ ആയി. ഇപ്പൊ ക്ലിയർ ആയിട്ടോ. അപ്പൊ ശരിക്കും ഇന്ന് പറയാൻ വന്നൊരു ടോപ്പിക് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അല്ലെങ്കിൽ വെറുതെ ഒന്ന് കേറി നോക്കാന്ന് വിചാരിച്ചിട്ട് കേറിയ ആൾക്കാരാണോ? അല്ല, എങ്ങനെയാണ് ക്ലാസ് അറിഞ്ഞിട്ട് അതിലേക്ക് പിന്നെ സ്ഥിരമായിട്ട് ഇടാം. എന്താ മനസ്സിലായി? ഇന്നത്തെ ക്ലാസ് എങ്ങനെയാണോ അതനുസരിച്ച് ഇനിയും മുമ്പോട്ട് പോവാന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. അതാ ഞാൻ പറയാം, ഇന്ന് ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാല് എങ്ങനെ നമുക്ക് നമ്മളെ ആശ്രയിച്ച് നമുക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷം എന്നുള്ളത് നമ്മൾ ആരോ ഇങ്ങോട്ടേക്ക് തരേണ്ടതാണെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിനൊക്കെ ഒരു ഇത് വെച്ച് ശരിക്കും പറഞ്ഞ സന്തോഷം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഇപ്പം ജലാലുദ്ദീൻ റൂമിന്റെ ഒരു കോട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നീ തേടുന്നത് എന്താ, അത് നിന്നെയും തേടുന്നു എന്നാണ്. നമ്മള് സന്തോഷത്തെ തേടിപ്പോയ ആ സന്തോഷം നമ്മളെ തേടി വരും, ഉറപ്പാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് നിങ്ങളെ അവസാനത്തില് ശരിക്കും നിങ്ങൾക്ക് അവസാനത്തിൽ ഈ ക്ലാസ്സിന്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയണേട്ടാ. നിങ്ങളുടെ ടൈം ഈ 1 മണിക്കൂർ എന്നുള്ളത് നിങ്ങളുടെ ഒരു ടൈം ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ അപ്പൊ ശരിക്കും അത് നിങ്ങൾക്ക് വേസ്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ അവസാനം ഒന്ന് ഫീഡ്ബാക്ക് പറയണേട്ടാ. പിന്നെ ഞാൻ ചോദിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് റെസ്പോണ്ട് ചെയ്യണേ. പിന്നെ ശരി, ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാച്ചാല് എന്താണ് സന്തോഷം എന്നുള്ളത്. സാധാരണ നമ്മൾ പറയാറില്ലേ, ശരി നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം ഓക്കെ ആയാൽ നമ്മൾ ഹാപ്പി ആവും എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ പ്രോബ്ലംസ് എല്ലാത്തിനും സൊല്യൂഷൻ കിട്ടിയാൽ നമ്മൾ ഹാപ്പി ആവും എന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷന് ഉണ്ടോ? അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല ശരിക്കും കറക്റ്റ് ആയിട്ട് നമ്മളെ പ്രോബ്ലംസ് എല്ലാം ഒഴിവായി പോകുന്ന, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എല്ലാം ആയി പോകുന്ന ഒരു ഇതില്ല. നമ്മളെ വേണ്ടത് ശരിക്കും അതിനല്ല നമുക്ക് ഹാപ്പിനെസ് കിട്ടേണ്ടത്. നമ്മളെ സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ അതെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഹാപ്പിനെസ് എന്നുള്ളത് ഉള്ളത്. ഇപ്പം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 2 പേര് മഴ നനയാന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ മഴ വന്നു. അതിലൊരാളാണെങ്കിൽ ഇപ്പഴേ മഴയ്ക്ക് സമയം കണ്ടുള്ളൂ എന്നെല്ലാം ചിന്തിച്ച് മഴേനെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെന്ന് വെച്ചാല് ഇപ്പം മഴ വരുമ്പം മഴ നനഞ്ഞ് ആ ഒരു മഴ ചെയ്യുമ്പോൾ അതും ഭയങ്കര ഇങ്ങനെ ആസ്വദിച്ച് മഴ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻസ് രണ്ടാൾക്കാരിലും സെയിം ഇൻസിഡന്റ് ആണ്. പക്ഷെ ഭയങ്കര ആസ്വദിച്ച് ഒരു ഗുഡ് മൊമെന്റ് ആയിട്ട് കത്തിരിയിൽ കണ്ട. ശരിക്കും പറഞ്ഞാല് നമ്മൾ എങ്ങനെ ഒരു സിറ്റുവേഷൻസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിലാണ് ശരിക്കും നമ്മുടെ ഹാപ്പിനെസ് എന്നുള്ളത്. പിന്നെ പലപ്പോഴും നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞാല് നമ്മളൊരു മിറർ ആയിട്ടാണ് മൈൻഡിനെ വർക്ക് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണ് നമ്മളെ മൈൻഡും മിറർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കേൾക്കുന്നില്ലായിരിക്കും. പ്രശ്നമുണ്ടാ കേൾക്കാന്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് മാം. അതെയോ?
ക്ലിയർ ആകുന്നില്ലെങ്കിൽ പറയുന്നുട്ടോ. പലപ്പോഴും നമ്മളെ നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞാല് നമ്മൾ മിറർ ആയിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അല്ല റിയാലിറ്റി എന്താണോ അതങ്ങനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യും. ശരിക്കും നമ്മൾക്ക് കുറേശ്ശെ ഉണ്ടാവും, പക്ഷെ രസം ഉണ്ടാവില്ല. ആ ഒരു പെയിന്റർ എന്നുള്ളത് നല്ല നല്ല കളറ് പോലെ നമ്മളെ മൈൻഡ് എന്നാണോ ശരിക്കും പറയുന്നത്, നമ്മളെ മൈൻഡ് എന്നാണോ പെയിന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അന്ന് മുതൽ നമുക്ക് ഹാപ്പിനെസ് എന്നുള്ളത് കിട്ടും. നമ്മളെ പെയിന്റർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാം മൈൻഡിനുള്ളിൽ. നമുക്ക് ഒരുപാട് മോശം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടാവും. നമ്മുടെ അത് ഒരു ഹോപ്പ് ഉണ്ടാവില്ലേ നമുക്ക്, ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി നാളെ അത് ശരിയാവും, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പ്രശ്നത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ ചെയ്തിങ്ങനെ മുന്നോട്ട് പോവാം. നമുക്ക് ഒരുപാട് ഇമോഷൻസുകൾ ഇങ്ങനെ നമുക്ക് ഒരു കമാൻഡ് ആയിട്ടാണ് ഇതാക്കുന്നത്. ഇപ്പം നമ്മുടെ ഇമോഷൻസ്, നമുക്ക് സങ്കടം വന്നാൽ നമ്മൾ സെറ്റായി മൂടായിരിക്കും. അപ്പം ആ ഒരു മോഡി സിറ്റുവേഷൻസ് ഇങ്ങനെ ഒരു മാറ്റി നമ്മുടെ ഇമോഷൻസിനെ നമ്മളൊരു കമാൻഡ് ആയി എടുക്കാണ്ട് ഒരു മെസ്സേജ് ആയിട്ട് ഇതാക്കാം. ഇന്ന കാര്യം ചെയ്താൽ നമുക്ക് പ്രശ്നമാണ്, ഈ ഒരു കാര്യം ശരിക്കും നമുക്ക് സങ്കടം ഉണ്ടാക്കും എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് തരുന്നതായിട്ട് അങ്ങനെ നമുക്ക് നോക്കിക്കാണാം നമ്മുടെ ഇമോഷൻസിനെ. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഹാപ്പിനെസ് എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ഹാപ്പി ആവാന്നുള്ളതാണ് ഹാപ്പിനെസ് എന്നുള്ളത്. നമുക്ക് 100% ഹാപ്പി ആവാ എന്നുള്ളതാണ് ഹാപ്പിനെസ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ മറ്റേ ഇരുന്നുണ്ട് നമ്മളെ വിഷമിച്ച് എത്രത്തോളം ഇതാക്കുന്നുണ്ട്. നമുക്ക് സങ്കടാവസ്ഥ എന്ന് പറയുന്നതും ശരിക്കും രണ്ടും സെയിമാണ്. ഹാപ്പിനെസ് എന്നുള്ളത് കംപ്ലീറ്റ് ഹാപ്പിനെസ്, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പിയായി മുന്നോട്ട് പോകാന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മളെ ഹാപ്പിനെസ്സിന് ഒരിക്കലും നമുക്ക് വാല്യൂ ഉണ്ടാവില്ല. നമ്മളെ ഹാപ്പിനെസ് എന്തെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല. സോ ഇത് രണ്ടും നമ്മുടെ ഹാപ്പിയും സങ്കടം എന്നുള്ളത്, സന്തോഷവും സങ്കടം എന്നുള്ളത് എത്രത്തോളം ബാലൻസിങ്ങിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് ഹാപ്പിനെസ് കിട്ടും. പക്ഷെ ഹാപ്പിനെസ് കൂടുതലുള്ള നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം ഫിൻലാൻഡ്, നമ്മളെ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു രാജ്യമാണ് ഫിൻലാൻഡ് എന്നുള്ളത്. പക്ഷെ ഫിൻലാൻഡിന്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ചെയ്യുന്നത് ഫിൻലാൻഡിലാണ്. അപ്പോൾ കൂടുതൽ ഹാപ്പിനെസ് എന്നുള്ളതും ഒരു പ്രശ്നമാണ്. ഈ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളതാണ്. നമ്മൾ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമ്മൾ കുറെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പൊ പോസിറ്റീവ് ഇമോഷൻസ് നമുക്ക് ഉണ്ടാക്കാം, പിന്നെ എൻഗേജ്ഡ് ആവാം ഒരു കാര്യത്തില്, പിന്നെ മീനിങ് ഉണ്ടാക്കുക, അക്കംപ്ലിഷ്മെന്റ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാല് ഒരിക്കലും നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ എപ്പോഴും ചിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളതല്ല പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ. പോസിറ്റീവ് ഇമോഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ചായ കുടിക്കാന്ന് വിചാരിക്കുക, ഡെയിലി ഇപ്പം ചായ കുടിക്കുക, ചായ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി ദിവസവും പിന്നെ ക്രേസ് ആയിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം ആ ചായ കുടിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ആ ഓരോ മൊമെന്റ്, ആ ഒരു ചെറിയ മൊമെന്റ് നമ്മൾ ആസ്വദിക്കുക. ആ ഓരോ ചെറിയ കാര്യത്തിലും നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നമുക്ക് മഴ നനയുമ്പം അല്ലെങ്കിൽ ഒരാളായിട്ട് നമ്മൾ കോൾ ചെയ്യുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇതാക്കുമ്പം അങ്ങനെ നമ്മൾ കുറെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ട്. ആ ചെറിയ നമുക്ക് ഡെയിലി ലൈഫിൽ നടത്താൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നത്. അപ്പം അത് നമ്മൾ ചെയ്യാം. നമ്മള് ഇങ്ങനെ ഡെയിലി ചെറിയ കാര്യങ്ങളിൽ സന്തോഷിച്ച് ഇത് ഡെയിലി കണ്ടിന്യൂ ആയിട്ട് നമ്മൾ റൊട്ടീനാക്കി മാറ്റുമ്പോൾ, നമുക്കത് കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ടൈം ആയിട്ടുള്ള മീൻസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഹാപ്പിനെസ് നമുക്കത് തരും. സോ നമ്മുടെ പാഷൻ എന്താണോ, നമ്മുടെ എബിലിറ്റി എന്താണോ മനസ്സിലാക്കുക, നമ്മുടെ ലൈക്ക് എന്താണോ മനസ്സിലാക്കുക, അത് നമ്മൾ പ്രവർത്തിക്കുക. നെക്സ്റ്റ് ഉള്ള എൻഗേജ്മെന്റ് നമ്മൾ ഒരു കാര്യത്തിൽ അത് ഇങ്ങനെ മുഴുകി പോവാന്നുള്ളത്. നമ്മളൊരു കാര്യത്തിൽ മുഴുകി പോവാം. ഒരുപാട് സമയം
നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ സമയം നമുക്ക് മനസ്സിലാവില്ല നമ്മൾ, കാരണം ആ ഒരു അതിന്റെ ഫ്ലോ എന്നുള്ളവരുണ്ട്. ഫ്ലോ ഒരു നമ്മൾ പ്രവൃത്തി ചെയ്യും, അതിന്റെ ഒരു ആ ഒരു എൻഗേജ്മെന്റ് പീക്ക് ലെവലിൽ എത്തിക്കണം. അപ്പം നമുക്ക് ഒരുപാട് സമയം എടുത്തെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം. അങ്ങനെയുള്ള നമ്മള് ഓരോ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുക. അപ്പൊക്കെ നമുക്ക് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങളെല്ലാം. അതുവഴി നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് പറഞ്ഞാൽ നമ്മൾ സോഷ്യലി മിങ്കിൾ ചെയ്യാന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമുക്ക് നമ്മൾ ഒറ്റക്ക് ജീവിച്ചാൽ നമുക്ക് എത്രത്തോളം ഹാപ്പി ലഭിക്കും. എത്ര നമ്മള് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒറ്റക്ക് മതി, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി ജീവിക്കും എന്ന് പറഞ്ഞാലും ശരിക്കും നമ്മള് മറ്റൊരാൾ നമ്മളോടൊപ്പം ഉള്ളൊരു സമയത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പം അതാരും ആവാം, നമ്മളെ പാരന്റ്സ് ആവാം, ഫാമിലീസ് ആവാം, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ആവാം. അങ്ങനെ നമ്മളെ നമ്മളൊരു ആൾക്കാരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യുമ്പം നമ്മള് എനിക്ക് ആരും അല്ല, എനിക്ക് ആരും ഇല്ല എന്നുള്ള തോട്ട് നമ്മൾക്ക് കംപ്ലീറ്റ് ഇല്ലാണ്ടാവും. നമുക്ക് പറയാം, നമ്മുടെ വിഷമങ്ങൾ പറയാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് നമുക്ക് അത് എത്രയോ സന്തോഷകരമായിട്ടുള്ളത്. മീൻസ് ഇപ്പം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈഫ് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ ഒരാളുണ്ടെങ്കിൽ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ എത്ര കാലം വരെ ഇങ്ങനെ ഹാപ്പി ആയി ജീവിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റിലേഷൻഷിപ്പിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. റിലേഷൻഷിപ്പ് എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവാം. ഒരുപാട് നമുക്ക് റിലേഷനുകൾ ഉണ്ടാക്കിയെടുക്കാം, നമ്മൾ ഒരുപാട് കണക്ഷൻ ഉണ്ടാക്കാം നമ്മുടെ സൊസൈറ്റി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല 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 ഫ്രണ്ട്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് പറഞ്ഞാൽ മീനിങ് നമ്മൾ എന്തെല്ലോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകും. നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തിനാണോ ചെയ്യുന്നത് ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യും. അപ്പൊ ശരിക്കും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ പാരന്റ് നമ്മളെ ഉമ്മ ഇങ്ങനെ രാവിലെ നിന്ന് രാത്രി വരെ ഇങ്ങനെ വീട്ടു ജോലി ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നു. പക്ഷെ അവര് അതിൽ ഭയങ്കര എൻജോയ് കണ്ടെത്തുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് അവര് ആ ഒരു പ്രോസസ്സിന് കറക്റ്റ് ഒരു മീനിങ് നൽകിയിട്ടുണ്ട്. ഇത് എന്റെ മക്കൾക്കാന്നുള്ളത്, എന്റെ ഒരു ഹാപ്പിനെസ് എന്നുള്ള ഒരു മീനിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പാരന്റ്സ് എത്ര വർക്ക് ചെയ്താലും, വീട്ടിൽ തന്നെ സാലറി ഒന്നും ആരും കൊടുക്കൂല, പക്ഷെ എന്നാലും എത്ര വർക്ക് ചെയ്താലും അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലൈഫില് നമ്മൾ കറക്റ്റ് ഒരു മീനിങ് നൽകുക എന്നുള്ളതാണ്. നമ്മളെ ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പറഞ്ഞാൽ അക്കംപ്ലിഷ്മെന്റ്. നമ്മള് സന്തോഷിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് വലിയ വലിയ ഗോൾസ് നമുക്ക് ഉണ്ടാവും. ആ ഒരു വലിയ ഗോള് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് കിട്ടൂ എന്ന് വിചാരിച്ച് അത് കിട്ടാൻ വേണ്ടിയിട്ട്, അത് കിട്ടാത്തിടത്തോളം കാലം സങ്കടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളെ ലൈഫിൽ ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ഒരു സക്സസ് ആയി കാണാം. ഇപ്പം എക്സാമ്പിൾ പറയാന്ന് വെച്ചാല്, നമ്മളിപ്പം ഫോണ് ഒരുപാട് സമയം ഫോണ് നോക്കുന്ന ആൾക്കാരുണ്ടാവും. അതിന്റെ സ്ക്രീനിങ് ടൈം കുറയ്ക്കുക. നമ്മളിപ്പം ഒരു ദിവസത്തില് 10 മിനിറ്റ് ആയിരിക്കും ചിലപ്പം കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് എന്റെ സ്ക്രീനിങ് ടൈം കുറച്ച് കുറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ വിചാരിച്ചൊക്കെ എടുക്കുന്നുണ്ടോ. എന്നിട്ട് അത് എണീച്ച് അപ്പോ തന്നെ രാവിലെ എണീച്ച വാവ് നമ്മൾ ഇന്നൊന്ന് നമ്മള് വാവ് ഇന്ന് ഞാൻ നേരത്തെ എണീച്ചല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതൊരു സക്സസ് ആയിട്ട് നമ്മൾ കാണാം. ഒരു എക്സസൈസ് ചെയ്യാൻ വിചാരിച്ചാലും അത് ചെയ്താൽ അങ്ങനെ നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ സക്സസ് ആയി കാണാം. നമ്മളെ വലിയ വലിയ ഗോള് മാത്രമല്ല സക്സസ് എന്നുള്ളത്. നമ്മൾ ഈ ഭൂമിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചാൻസസ് ഇല്ലാത്തടത്ത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച്, ഈ ഭൂമിയിൽ നമ്മൾ വന്ന് ശരിക്കും ഇത് നമ്മൾ എൻജോയ് ചെയ്യണം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഈ ഭൂമി എക്സ്പീരിയൻസ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് ശരിക്കും സങ്കടപ്പെട്ട് തീർക്കാണ്ട് ഇത്രയും ഇതായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. അത് നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാനുള്ളത്. പിന്നെ എനിക്ക് നമ്മള് ആർക്കും കേൾക്കാത്തൊന്നില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് മാം.
എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുമ്പോ പറയുന്നുട്ടോ. അതിന് ഇത്രയും നമ്മളൊന്ന് സ്ഥലം ഒന്ന് ചേഞ്ച് ചെയ്ത് ഇരുന്ന് നോക്കുവോ? അവിടെ നിന്നായിട്ട് ഇടക്കിടക്ക് പോവുണ്ടേ. ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലായിരിക്കും. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ശരിക്കും നമ്മൾ സന്തോഷം നമ്മൾ നഷ്ടപ്പെടുത്താനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമ്മളെ പ്രവൃത്തിയിൽ തന്നെ നമ്മൾ സന്തോഷത്തെ നഷ്ടപ്പെടുത്താനുള്ള കുറെ കാര്യങ്ങൾ തന്നെ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. അത് മാറ്റിയാൽ തന്നെ നമുക്ക് ഏറെക്കുറെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മളെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. മെയിൻ ആയിട്ട് പറഞ്ഞാല് നമ്മൾ കമ്പയർ ചെയ്യാന്നുള്ളത്. നമ്മൾ എന്താക്കും, മറ്റുള്ളവരെ ഇങ്ങനെ കമ്പയർ ചെയ്യും. നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് കുറെ എബിലിറ്റീസ് ഉണ്ടാവും, നമുക്ക് കുറെ ക്വാളിറ്റീസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവര് എത്രത്തോളം മുൻപന്തിയിൽ എത്തുന്നു എന്നുള്ളത് നമ്മളെ ഇതാക്കും. ഇപ്പം എക്സാമ്പിൾ, ഇപ്പം നമ്മളെ അയൽവാസികൾ നല്ല സാലറി ഉള്ള ഒരു വർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ, അപ്പൊ അതെന്റെ പ്രശ്നമാണ്, എനിക്കല്ലെങ്കിൽ കഴിവില്ല, എനിക്ക് അതിനുള്ളൊന്നും യോഗയില്ല എന്നെല്ലാം വിചാരിച്ച് സങ്കടപ്പെടുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാണ്ട് ഇങ്ങനെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവര് അത്രയും അവര് ഡ്രീം ആയിട്ട് കൊണ്ടു നടന്നത് അവര് സക്സസ് ലെവലെത്തും. പക്ഷെ നമ്മള് അത് ഒന്നും ചെയ്യൂല. നമ്മളിങ്ങനെ ഒന്നും ചെയ്യാണ്ട് നിൽക്കും. എന്നിട്ട് മറ്റുള്ള ആൾക്കാർ നല്ല ഉയർന്ന നിലയിൽ എത്തുമ്പോൾ നമ്മൾ അത് വെച്ച് നമുക്ക് ഒരു കഴിവും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. ആ ഒരു എന്നുള്ളത് നമ്മുടെ ക്യാരക്ടറിൽ ആ ഒരു കമ്പാരിസൺ നമുക്ക് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. നെക്സ്റ്റ് പറഞ്ഞാൽ ഇമോഷണൽ വാലിഡേഷൻ അഡിക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. ഇപ്പം എന്നാ നമ്മൾ എന്ത് വിചാരിക്കും, മറ്റുള്ളവരെ അക്സെപ്റ്റൻസ് നമുക്ക് വേണം, എങ്കിലേ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നു വിചാരിക്കും. അപ്പൊക്ക് നമ്മൾ നല്ല വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമുക്ക് അത്രയും വ്യൂവേഴ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലൈക്ക് ഒരു 5 ലൈക്ക് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ നമ്മൾ എന്ത് വിചാരിക്കൂ, എനിക്ക് കഴിവില്ല, ഇത് മറ്റുള്ളവർ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അത്രയും നല്ലൊരു സംഭവമാണെങ്കിൽ ഇത് മറ്റൊരാളെ ആക്സെപ്റ്റ് ചെയ്യട്ടീനു, ഇത് മറ്റുള്ളവരൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് തന്നെ പ്രശ്നമാന്നുള്ളത്, അല്ലെങ്കിൽ എന്റെ കഴിവ് കേടാന്നെല്ലാം ചിന്തിച്ച് നമ്മൾ അതിന്റെ നിൽക്കുന്നത്. അത് ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ തന്നെ ചിലപ്പോൾ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം ഇത് എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഇത് ഇമോഷണൽ ഡിപ്പെൻഡൻസി. ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ മാത്രം ഇങ്ങനെ ആശ്രയിച്ച് ജീവിക്കുന്നു. നമ്മൾ ഒരാളെ ആശ്രയിച്ച് ജീവിക്കും. ഇപ്പൊ എക്സാമ്പിള് ഇപ്പം ഒരാള് ഹാപ്പി ആവാന്നുള്ളത്, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആരെങ്കിലും ആയിരിക്കാം. ഈ ഒരാള് എന്നുള്ളത് നമുക്ക് ഭയങ്കര നമ്മളല്ലത്, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന എന്താണോ നമ്മൾ കാണില്ല. അവർക്ക് എന്താണോ സന്തോഷം, അവര് എത്രത്തോളം ഹാപ്പി ആവുന്നു അത് കണ്ട് നമ്മൾ ഹാപ്പി ആവും. അവര് ഇപ്പം നമ്മുടെ മെസ്സേജ് അയച്ച് അവര് റീപ്ലൈ ഒന്നും തന്നില്ലെങ്കിൽ, അത് നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് അതായിരിക്കും ആ ഒരു ഡേ ഫുള്ള് നമുക്ക് ഒരു മൂടി ആയിരിക്കും, ഫുഡൊക്കെ കഴിക്കാൻ തോന്നൂല, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഫുഡിനൊന്നും. അങ്ങനെ നമ്മൾ
പെട്ടെന്ന് ആ ഒരു ഡേയിൽ നിന്ന് തള്ളി നീക്കും. ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ നമുക്ക് നോർമലായിട്ട് കാണാൻ പറ്റുന്ന ഒന്നുമാണ്. ഇത് കൂടുതലും അങ്ങനെ അഡിക്റ്റ് ആവാന്നുള്ളത്, അങ്ങനെ അഡിക്റ്റ് ആവാൻ ശരിക്കും പറ്റൂല എന്നുള്ളതാണ്. ഇപ്പം നമ്മള് അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, ഇത് ശരിക്കും സൈക്കോളജിയിൽ ഇത് പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ കൂടുതലായിട്ട് ഒരാളെ അഡിക്റ്റ് ചെയ്യാനുള്ളത് ഒരു വികാരപരമായ അടിമത്വം എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു പ്രശ്നമുള്ള ഇതാണ്. എങ്ങനെ നമ്മൾ അഡിക്റ്റ് ആവാണ്ടിരിക്കുക. നമ്മുടെ ഹാപ്പിനെസ് എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ്. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആക്ഷൻസിലോ അല്ലെങ്കിൽ മറ്റുള്ളവരിലോ അല്ല. നമ്മളുടെ ഹാപ്പിനെസ് മറ്റുള്ളവർക്ക് കൺട്രോൾ ചെയ്യാൻ നൽകുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഇതെന്ന് വെച്ചാൽ. അങ്ങനെ നമ്മൾ ആവാണ്ടിരിക്കുക. നമ്മൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്താണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കമ്പാരിസൺ, ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞത് കമ്പാരിസൺ ആണ്. നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ ഇമോഷണൽ വാലിഡേഷൻ അഡിക്ഷൻ ആണ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. അങ്ങനെ പറഞ്ഞാൽ ഇത് ശരിക്കും ഈ ഒരു 3 സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം നമുക്ക് ലഭിക്കും. അപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ നമ്മളായിട്ട് തന്നെ നമ്മളിപ്പം വിചാരിക്കും നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ മറ്റൊരാൾക്ക് തരേണ്ടതാണ്, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതാണ് എന്നെല്ലാം വിചാരിക്കും. പക്ഷെ ഒരിക്കലും നമുക്ക് ആരും ഹാപ്പിനെസ് ഒന്നും നമുക്ക് തരൂല. നമ്മൾ തന്നെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമ്മളെ ഹാപ്പിനെസ് എന്നുള്ളത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സ്ട്രെങ്ത്തും പോസിറ്റീവ്സും, നമുക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാവും, നമുക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അവെയർ ആയിരിക്കൂല. നമ്മൾ അങ്ങനെ നമ്മളെ കാര്യം, നമ്മൾ എന്താണോ, നമ്മളെ സ്ട്രെങ്ത് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് എന്താണോ എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടും. നമ്മുടെ വീക്ക്നെസ് വെച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കിത് പറ്റൂലല്ലോ, അല്ലെങ്കിൽ എനിക്കിത് പറ്റൂല. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അപ്പൊ നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളെ ഇത് മനസ്സിലാക്കി, നമ്മളെ അബിലിറ്റീസ് മനസ്സിലാക്കി നമ്മളത് ഫോളോ ചെയ്യുക, നമ്മുടെ പാഷൻ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മളത് ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്നുള്ളത് അത് ശരി ലോങ് ടേം ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആണ്. അത് നമുക്ക് ലോങ് ടേം ആയിട്ട് നമ്മളെ അത് ലൈഫ് ലോങ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഇതാക്കാൻ പറ്റും, നമുക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ നമ്മുടെ സെൽഫിനെ മനസ്സിലാക്കാന്നുള്ളതാണ്. നമ്മൾ സെൽഫ് ലവ് നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഹാപ്പിനെസ് എന്നുള്ളത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പം സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ സെൽഫ് ലവും സെൽഫിഷ്നെസ്സും എന്നുള്ളത് രണ്ടും സെയിം ആയി ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ സെൽഫ് ലവും സെൽഫിഷ്നെസ്സും എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുക. ഞാൻ ഇതുവരെയും പറഞ്ഞ പോലെ നമ്മളെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണോ, നമ്മളെ സ്ട്രെങ്ത് എന്താണോ, നമ്മളെ വീക്ക്നെസ് എന്താണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അത് മറ്റുള്ള ആൾക്കാർ നിങ്ങൾ ചെയ്യുന്നെല്ലാം പറഞ്ഞ ഇങ്ങനെ പറയുന്ന ആൾക്കാർ. പക്ഷെ നമുക്കപ്പം നോ പറയാൻ പറ്റുന്ന, എനിക്കത് പറ്റൂല എന്നുള്ള രീതിക്ക് നമുക്ക് നോ പറയാൻ പറ്റാന്നുള്ളത് സെൽഫ് ലവ് ഉള്ള ആൾക്ക് നമുക്ക് നോ പറയാൻ പറ്റും. പക്ഷെ സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചിന്തിക്കും, ഇതല്ലേ എനിക്ക് തന്നെ മതി, അല്ലെങ്കിൽ ഇത് മറ്റാർക്കും കിട്ടണ്ട. ആ ഒരു ഇതാണ് സെൽഫിഷ്നെസ്. മറ്റേല് എമ്പതി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും സെൽഫ് ലവ് ഉള്ള ആൾക്ക്. പക്ഷെ സെൽഫിഷ്നെസ് ആയിട്ടുള്ള ഒരാൾക്ക് സിമ്പതി ഒന്നും ഉണ്ടാവില്ല, എമ്പതിയും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് ഇതെല്ലാം എനിക്ക് മതി, അല്ലെങ്കിൽ ആർക്കും വേണ്ട, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷെ ആ ഒരു സെൽഫിഷ്നെസ് ഉള്ള ഒരാൾക്കും ഒരിക്കലും ഹാപ്പിനെസ് കിട്ടാൻ പോകില്ല. ഇത് നമ്മൾ സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കുക, നമ്മൾ ഹാപ്പി എന്നുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതുവഴി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ട് ട്ടോ. അപ്പം അല്ല, ഒന്നും കൂടി പറയോ? ഞാനിത് ശരിക്കും നമുക്ക് ഹാപ്പിനെസ് ഇല്ലാണ്ടാക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. അതൊന്ന് ജസ്റ്റ് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ പറയോ?
ഞാൻ അതിന്റെ ഇടയിൽ എനിക്ക് ഇവിടെ കുറച്ച് ഒന്ന് റേഞ്ച് പോയി. ഞാൻ ഫുള്ള് ശരിക്ക് കേട്ടില്ല. എന്നാലും ബാക്കിയുള്ളത് നിങ്ങൾ പറഞ്ഞോളി, ഞാൻ കണ്ടിന്യൂ ചെയ്തോടെ. വേറെ ആരും പറയണില്ല. എല്ലാരും കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എന്താ വെച്ചാല് നമുക്ക് അവസാനമായിട്ട് നമുക്ക് പറയാന്ന് വെച്ചാല് നമ്മള് എങ്ങനെ ഈ ഒരു ടോപ്പിക് നമ്മൾ എങ്ങനെ സന്തോഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് പറയാം. സ്വയം സന്തോഷം കണ്ടെത്താനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മളുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പം ഇതുവരെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക, എന്നാൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സൊസൈറ്റി ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സൊസൈറ്റി തന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പം പറഞ്ഞാല് ഇപ്പം നമ്മളെ സ്റ്റഡി അല്ലെങ്കിൽ ജോബ്, എന്നിട്ട് ജോബ്, പിന്നെ മാരേജ്, കുട്ടികള്, അവരിങ്ങനെ സൈക്കിളയച്ച് കുറെ സൊസൈറ്റി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെച്ച്. പക്ഷെ ഇതെല്ലാം മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് കിട്ടൂ എന്നുള്ളത് ഇതല്ല ശരിക്കും. ഒരുപാട് നമ്മൾ എന്താണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് ആ ഒരു പാഷനിലൂടെ നമ്മൾ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ സൊസൈറ്റി ശരിക്കും ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിൽ ഇങ്ങനെ പോയാൽ നമുക്ക് ഒരിക്കലും ഹാപ്പിനെസ് എന്നുള്ളത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നിന് പിറകെ ഒന്നൊന്നും അയച്ച് ഇങ്ങനെ സൊസൈറ്റി എന്നുള്ള ഡിമാൻഡ് നമുക്ക് ഇങ്ങനെ വരും. പക്ഷെ അങ്ങനെയല്ല, നമ്മളെന്താണോ നമുക്ക് എന്താണോ പറ്റാൻ കറക്റ്റ് സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കി എടുക്കുന്നതോടൊപ്പം നമുക്ക് ഹാപ്പിനെസ് കിട്ടും. നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മളെ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യൂ, നമുക്ക് കിട്ടാത്ത എന്താണോ എന്നുള്ളത് നമ്മൾ നോക്കും. എന്നിട്ട് ആ ഒരു കിട്ടാത്തതിന് മാത്രം ഓർത്തിങ്ങനെ വിഷമിക്കും. ഇപ്പൊ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മള് എലക്ഷൻ നടത്താൻ വിചാരിക്കുക. ഈ റീസെന്റ് ആയിട്ട് എലക്ഷൻ കഴിഞ്ഞോണ്ടാണ് കേട്ടോ എലക്ഷന്റെ ഇത് വന്ന്. ഇപ്പം 10 ആൾക്കാര് ഇതാക്കി, പക്ഷെ നമുക്ക് 7 പേര് കിട്ടി. 7 വോട്ട് കിട്ടി, 3 വോട്ട് വേറെ ആർക്കെങ്കിലും കിട്ടി. 3 വോട്ട് കിട്ടിയ ആളെ വിജയായിട്ട് പ്രഖ്യാപിച്ച എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അതേപോലെയാണ് നമുക്ക് ഒരു 10 കാര്യങ്ങൾ നോക്കുമ്പോ നമുക്ക് 7 അനുഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ 3 കാര്യങ്ങളെ മീറ്റ് ചെയ്യാണ്ടുള്ളൂ, നമുക്ക് കിട്ടാണ്ടുള്ളൂ. എന്നാൽ നമ്മ ആ 3 കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സങ്കടപ്പെടും, സ്ട്രഗിൾ ചെയ്യും അങ്ങനെ. പക്ഷെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മള് ഈ ശ്വാസം ഒന്ന് നിലച്ചാൽ നമ്മളെ ലൈഫ് ഇതോടെ തീർന്ന്. പക്ഷെ നമ്മൾ ഈ നിമിഷം വരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം എത്രയോ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെയും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം പറ്റുന്ന നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊന്നും ചെറിയൊരു പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഇന്നോ നാളെയോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കൂടി പോയ കുറച്ച് പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചെറിയ പ്രശ്നമായിരിക്കും. ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ കാണാണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ദിവസത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ എന്താണ്, ആ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയാം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ ഡെയിലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ നമ്മള് ലൈഫിൻ്റെ അത് നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നെക്സ്റ്റ് പറഞ്ഞാൽ നമ്മള് നെഗറ്റീവ് തോട്ട്. നമ്മള് എന്ത് വിചാരിക്കും, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ നമ്മൾ എന്ത് വിചാരിക്കും, എനിക്ക് പറ്റൂല, അല്ലെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും പോവാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ശരിക്കും ഇങ്ങനെ വിചാരിക്കുന്ന. ബസ്സിൽ പോവാണെങ്കിൽ ബസ് കയറിയതിന് എന്തെങ്കിലും പറ്റിയാലോ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ബസ്സിൽ കയറിയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തും. ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടിന് പകരം കൂടുതൽ ആൾക്കാരും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള
തോട്ടല്ല. നമുക്ക് എപ്പോഴാണോ നമ്മൾ ആ ഒരു നെഗറ്റീവ് ഒഴിവാക്കുക, നമുക്ക് പറ്റൂല, അല്ലെങ്കിൽ എനിക്കത് ഇതില്ല, അല്ലെങ്കിൽ എനിക്കത് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയില് നമ്മുടെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടാവും, എന്നെ കൊണ്ട് അതൊന്നും പറ്റൂല എന്നുള്ളത്. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മുടെ നെഗറ്റീവ് തോട്ട് നമ്മൾ തന്നെ ഒഴിവാക്കി നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ളത് എനിക്കത് പറ്റും, പക്ഷെ അത് ഞാൻ ട്രൈ ചെയ്യും എന്നല്ല, എനിക്കത് പറ്റോ ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യും എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മളെത്താം. നമ്മള് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്. ഇപ്പം കുറെ ആൾക്കാർ ഇത്രയും കാലം നമ്മൾ ജീവിച്ചില്ലേ, ഇനി എന്ത് പ്രശ്നം തീരാനാ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഇത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്തില്ലേ, നാളെ എന്ന പുലരി, ആ ഒരു പുലരിയിൽ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർന്നാലോ എന്നുള്ള ആ ഒരു ഹോപ്പ്, ആ ഒരു നല്ല ഹോപ്പിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫ് നല്ല ഇതാക്കും. പിന്നെ വെച്ചാല് മൊബൈൽ കൺട്രോൾ ആണ്. നമ്മുടെ ഒരുപാട് നമ്മള് റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്നവരാണ്. നമ്മൾ ഏത് ഇതിലാണോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷെ ആ റീൽസ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, പറ്റ ഡൗണും. ആ ഒരു തരത്തിലുള്ള റീൽസ് ആണ് കൂടുതലും നമുക്ക് ഇഷ്ട എന്നുള്ളത് നമ്മൾ നമ്മൾ റീൽസ് കാണാണ്ട് നമുക്ക് കാരണം വരെ അറിയാതെ നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ ഫോൺ യൂസേജ് എന്നുള്ളത് കുറക്കുക, നമ്മളെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. നമ്മളെ ബ്രെയിനിന് ഒരു ടൈം നമ്മൾ റെസ്റ്റ് കൊടുത്താൽ ആ ഒരു ബ്രെയിൻ ഒരു വർക്ക് ഇല്ലാണ്ട് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഹാപ്പിനെസ് കിട്ടാം. പിന്നെ പറഞ്ഞാല് നമ്മളെ ബോഡീനെ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെ ബോഡീനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നമ്മളെ സ്ട്രെസ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. നമ്മളെ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കിപ്പം വാക്കിംഗ് ആവാം, നമ്മൾ രാവിലെ എണീച്ച് നടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പം ഡാൻസ്, ഒരുപാട് നല്ല രീതിക്ക് ഡാൻസ് ചെയ്യുന്നവരുണ്ടാവും, അപ്പൊ ഡാൻസ് ചെയ്യാന്നുള്ളത്, ഇതെല്ലാം ശരിക്കും നമ്മുടെ ഇമോഷൻസിന്, നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മള് അല്ലെങ്കിൽ നമുക്കിപ്പം വീട്ടു ജോലിയിലുണ്ടാവില്ല, അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള ഒരു ഇതിൽ നമ്മളെ ബോഡി മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ബോഡി മൂവ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് നല്ല രീതിക്കുള്ള ഹാപ്പിനെസ്, നമ്മളെ സ്ട്രെസ് കുറക്കാൻ പറ്റും. അതുവഴി നമുക്ക് നമ്മളെ ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വെച്ചാല് ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറയാനുള്ളത്. ഈ നമുക്ക് ഇത്രയും നമ്മള് ഇപ്പം ഈ ഒരു ഇയർ നമ്മളിൽ നിന്ന് കടന്നു പോയാണ്, 1 ഇയർ നമ്മളിൽ നിന്ന് കഴിഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ഇയർ, നാളത്തെ എന്നുള്ളത് ഒരു പുതിയൊരു ലൈഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രം മുൻകൈ എടുത്താൽ മാത്രമേ നമ്മൾ ഹാപ്പി ആവുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി, ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യം. ഈ പറഞ്ഞതല്ല, നമുക്ക് ഡെയിലി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളെ സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഒരു 10 മിനിറ്റ് എങ്കിലും അത് മനസ്സിലാക്കുക. 10 മിനിറ്റ് എങ്കിലും എനിക്ക് വേണ്ടിയിട്ട് സമയം നൽകും എന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി നമ്മൾ ചെയ്യുക. പിന്നെ മൊബൈലെല്ലാം കുറെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. ഇതുവഴി നമ്മൾ തന്നെ ഹാപ്പി ആയിട്ട് നമ്മൾ എടുക്കുക. കുറെ റിലേഷൻഷിപ്പ് നമ്മളെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആ ഒരു ഇതിൽ നമ്മൾക്ക് കൂടുതലായിട്ടും ഹാപ്പിനെസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ഒരു പ്രവൃത്തിയിൽ നമ്മൾ മുന്നോട്ട് പോകാം. പിന്നെ നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ, പിന്നെ ലാസ്റ്റ് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് പറഞ്ഞാൽ നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക. നമ്മളെ പാസ്റ്റ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ്, ഇനി നമുക്ക് ആ ഒരു പാസ്റ്റിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കയ്യിലല്ല. കാരണം നമ്മളത് ട്രൈ ചെയ്യും, പക്ഷെ കിട്ടില്ല, അത് അങ്ങനെയല്ല. എന്നാലും നമ്മൾ ഈ ഒരു മൊമെന്റിൽ നമ്മള് എത്രത്തോളം പെർഫെക്റ്റ് ആണ് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് ആ ഒരു മൊമെന്റിൽ നമ്മൾ ജീവിക്കുക. നമ്മൾ ഇപ്പൊ എന്താണോ, ഈ ഒരു നിമിഷം ഞാൻ എന്താണ്, ആ ഒരു ഇതിൽ നമ്മൾ ഹാപ്പിനെസ് അയച്ച് മുന്നോട്ട് പോവാം. അപ്പം ആരെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്റെ ഇടയിൽ കേട്ടില്ല. ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഇവിടെ? ഞാനെടുക്ക് ചെയ്യലുണ്ട്. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ നമ്മള് നന്ദി പറയാം. നമുക്ക് നന്ദി പറയാം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് ഇത്രയും പറയാൻ ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആരും പരിഗണിക്കണമെന്ന് നമ്മള് വാശി പിടിക്കാൻ പറ്റൂല. നമുക്ക് അവോയ്ഡൻസ് നേരിടുന്ന ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ട് വരും. പക്ഷെ നമ്മൾ തളരാൻ പാടില്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ ഒരുപാട് പരാജയപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ ആ ഒരു സമയത്തൊക്കെയും
നമ്മള് തളരാതെ നമ്മള് മുന്നോട്ട് പോവാ, നല്ല രീതിയിൽ മുന്നോട്ട് പോവാ. കാരണം ഈ ഒരു പരാജയം എന്നുള്ളത് കൺസിസ്റ്റന്റ് അല്ല ഒരിക്കലും. പരാജയം എന്നുള്ളത് അവിടെ നിൽക്കുന്നില്ല. നെക്സ്റ്റ് ഈ ഒരു പരാജയം എന്താണ്, ഈ ഒരു പരാജയത്തിന്റെ കാരണം എന്താണോ അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഏറ്റവും നല്ല രീതിക്ക് വിജയിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഈ പരാജയത്തെ കാണും. അങ്ങനെ നമ്മൾ ഇതാക്കാം. എന്തായാലും നമ്മൾ നല്ല രീതിക്ക് നമ്മളെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. പിന്നെ എന്താ വെച്ചാൽ നമ്മള് മറ്റുള്ളവരാണ് നമുക്ക് ഹാപ്പിനെസ് തരേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി നമ്മൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ഹാപ്പി എന്നുള്ള രീതിക്ക് നമ്മളെ മനസ്സിലാക്കുക. നമ്മളിൽ ഒരാളിൽ മാത്രം ഒതുങ്ങാണ്ട് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ സങ്കടത്തിന് അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷത്തിന് നമ്മുടെ എല്ലാ ഇമോഷൻസിനും നമ്മൾ മാത്രമാണ് ഉത്തരവാദി. നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ പ്രസന്റ് മൊമെന്റില് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഈ പ്രസന്റ്. പിന്നെ വെച്ചാല് നിങ്ങളെ പൂർണ്ണമാക്കുക. നമ്മൾ ഓരോരുത്തരെയും നമ്മൾ പൂർണ്ണമാക്കാൻ മറ്റുള്ള ഒരാളുടെ സ്നേഹമോ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ അംഗീകാരമോ ഒരിക്കലും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇത് വേണ്ട. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്ന് മുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നോ അന്ന് ആ ഒരു ഇതൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളത്, നമ്മളെ സന്തോഷം എന്നുള്ളത് നമുക്ക് എവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് മറ്റൊരാള് തരേണ്ട ഒന്നുമല്ല. സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് നമുക്ക് സന്തോഷം കിട്ടും. ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്ത് നമുക്ക് എല്ലാവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഒരു മെഡിറ്റേഷൻ ചെയ്യാം. ഞാൻ പറയുന്ന പോലെ ചെയ്യാം. എല്ലാരും നല്ല രീതിക്ക് കംഫർട്ട് ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ഇരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. എന്നിട്ട് പതിയെ കണ്ണുകൾ അടയിക്കുക. ശ്വാസത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. Breathe in, breathe out. Breathe out. Breathe in, breathe out. ശ്വാസം അകത്തേക്ക് വിടുമ്പോൾ എല്ലാ പോസിറ്റീവ് എനർജിയും ഉള്ളിലേക്ക് കടക്കുന്നതായി ഫീൽ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളിലുള്ള എല്ലാ നെഗറ്റീവ്സ് എനർജിയും പുറത്തേക്ക് വിടുന്നതായി ഫീൽ ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. പതിയെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. മനസ്സിൽ പറയുക, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എന്നിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ സന്തോഷിക്കാൻ അർഹതയാണ്. വീണ്ടും ആവർത്തിച്ച് പറയുക, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എന്നിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ സന്തോഷിക്കാൻ അർഹനാണ്. Breathe in, breathe out. Breathe in, breathe out.
Breathe in, breathe out. വീണ്ടും ശ്വാസത്തിലേക്ക് തിരിക്കുക. ശരീരം, ഫാമിലി, ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം എല്ലാം അനുഗ്രഹങ്ങളാണ്. അതിന് നന്ദി പറയുക. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. രണ്ട് കണ്ണും രണ്ട് കൈയും പുരസി കണ്ണിലൂടെ തടവി പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് തുറക്കുക. Go. കഴിഞ്ഞിട്ട ക്ലാസ് എല്ലാരും കണ്ണൊക്കെ തുറന്നില്ലേ? ഓ തുറന്നു. ഇതോട് കൂടിയിട്ട് സെഷന് അവസാനിച്ചിട്ടുണ്ട്. ഗുഡ്. Clap, clap, clap. നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയാ. മാഷാ അല്ലാ സൂപ്പറായി. ക്ലാസ് മനസ്സിൽ തട്ടണ അല്ലാത്ത നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാച്ചാല് അല്ല, ഒരുപാട് നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും നമ്മള് ചിലത് കാണാതെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഓരോ നല്ല ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് കൂടുതലായിട്ട് എന്താ ചെയ്യാൻ പറ്റും, അതിലിങ്ങനെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പഠിച്ചോൻ കുറെ അനുഗ്രഹങ്ങൾ തരുന്നുണ്ടല്ലോ എന്ന് തോന്നിക്കാണ്ട് ഇങ്ങനെ ചിന്തിച്ചുകാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആസ്വദിച്ചുകാണ്ട് ഓരോ കാര്യങ്ങളും നമുക്ക് തന്നെ സന്തോഷം കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ക്ലാസ് ഒക്കെ കേട്ട് മെഡിറ്റേഷൻ മാഷാ അല്ലാ സൂപ്പറാണ്, അനുഭവമാണ്. ജസാക്കല്ലാഹു ഖൈറ. സംശയം ചോദിക്കാമോ? സന്തോഷം നിലനിർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതാണ് നമ്മളെ മനസ്സിലാക്കാന്നുള്ളതാണ് സന്തോഷം നിലനിർത്താന്നുള്ളത്. നമ്മളെ ഓരോ മൊമെന്റും നമുക്കിപ്പം ഹാപ്പിനെസ്, ചെറിയ കാര്യങ്ങളെല്ലാം നമ്മള് ഹാപ്പിനെസ് കിട്ടുന്നത് നമ്മളുണ്ടാവും. അപ്പം അത് നമ്മൾ ചെയ്യാ. അപ്പൊ നമ്മൾ ഈ ഹാപ്പിനെസിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വഴി തെറ്റായിട്ടുള്ള വഴിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വഴി നമുക്ക് ഹാപ്പിനെസിന് പകരം സാഡ്നെസ് കിട്ടിയാലോ? അതിപ്പം ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും അത് സന്തോഷം അല്ലാണ്ട് സങ്കടം കിട്ടും. ആർക്കെങ്കിലും പറയാനുണ്ടോ? ക്ലാസ് വളരെ നന്നായിരുന്നു. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്. ലൈക്ക് പറയുക മീൻസ് എന്താണ്? എന്താണെങ്കിൽ ഇപ്പൊ എന്റെ ക്ലാസ്സിനെ കുറിച്ച് നെഗറ്റീവ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അത്. ഓക്കെ. 3 ക്ലൈം
നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതും പറയൂ കേട്ടോ. കേൾക്കാൻ എല്ലാരും പറ്റുന്നില്ലേ? നെഗറ്റീവ്സും കൂടി പറയാം. കാരണം ആ നം- കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. 7 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോ അതില് 3 കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ റബ്ബിനെ കുറിച്ചിട്ട് നമുക്ക് പലതും ഓർക്കാൻ പറ്റുന്നുണ്ടെന്ന്. ആ കാര്യത്തിൽ 100% കറക്റ്റ് ആണ്. ഞാൻ എന്റെ ഒരു വ്യൂ പറഞ്ഞോട്ടെ. ഓക്കെ. ഹലോ. അതായത് ഇത് നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ക്ലാസ് അല്ലേ? അങ്ങനെയല്ല, നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് ഉണ്ടാക്കാന്നുള്ള ഒരു ടിപ്സ്. അതന്നെ, അതില് സൈക്കോളജിയും കൂടെ ബന്ധപ്പെടുത്തിയതല്ലേ. അപ്പോ നമ്മുടെ എന്താണ് മൈൻഡ് ഓക്കെ ആക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഓക്കെ ആകാതിരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു എനർജി തരാനായിട്ട് ഉള്ളതല്ലേ നമ്മുടെ ബിലീഫ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല എന്താ? അതായത് നമ്മുടെ മൈൻഡ് ഓക്കെ ആകാണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പിടി വേണമല്ലോ. ആ ഒരു പിടിയാണല്ലോ നമ്മുടെ ബിലീഫ്. നമുക്കിപ്പോ ദൈവത്തോടുള്ള വിശ്വാസമായാലും ഒരു വ്യക്തിയോടുള്ള വിശ്വാസമായാലും അല്ലേ. ആ ശരിക്കും നമ്മള് സ്പിരിച്വലി കണക്റ്റഡ് ആയാൽ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവില്ലേ? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് ഓരോരാളെ അഭിപ്രായം പോലെ. അതെ, ഓരോരാളുടെ വ്യൂവില് അത് ചിലപ്പോൾ മാറുമായിരിക്കും. സ്പിരിച്വലി മാത്രമേ ഇപ്പൊ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാൾക്ക് വിഷമം ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. ലൈക്ക് മനുഷ്യരുടെ ബിഹേവിയർ ഇങ്ങനെ എപ്പോഴും എന്താണ് മൂഡ് ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ആ മാറും. പക്ഷെ നമ്മള് സ്പിരിച്വലി അപ്പൊ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹോപ്പ് ഉണ്ടാവില്ലേ ലൈഫിൽ? സ്പിരിച്വലി കണക്ട് ആയാൽ ഹോപ്പ് ഉണ്ടാവും മീൻസ് എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ഒരു കാര്യം, നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മള് ദൈവത്തിനോട് അത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ശരി, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് ശരിയാവും എന്നുള്ളൊരു ഹോപ്പ് നമ്മളെ മുന്നിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ദൈവം എല്ലാം ശരിയാക്കും എന്നുള്ള ഒരു ഹോപ്പ് ഉണ്ടാവും. അപ്പോ എന്താണ് എല്ലാം ശരിയാക്കി തരാൻ ദൈവത്തിന് എപ്പോഴും പറ്റണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന് പറ്റൂല്ലോ. ഇപ്പം ഏതോ പറഞ്ഞ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഡൗട്ട് ക്ലിയറൻസ് എന്നുള്ളത് അല്ല ശരിക്കും. ആ ഒരു ഇത് റിലീജിയസ് ആയിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നവർ അത് അതിനുള്ള റിപ്ലൈ തരും. പക്ഷെ ഇത് ഒരു റിലീജിയസ് കണക്ട് ചെയ്തിട്ട് ആ ഒരു ഡൗട്ട് അത്രയും നല്ല രീതിക്ക് ക്ലിയർ ചെയ്യാന് ശരിക്കും എന്നെ കൊണ്ട് പറ്റൂല. ഓക്കെ. ഓക്കെ, അപ്പൊ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ ചോദിക്കാൻ അങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് എല്ലാം പറയാട്ടോ. നെഗറ്റീവ്സ് എല്ലാം ഇപ്പം ഞാനിപ്പം ക്ലാസ് എടുത്ത രീതിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അതും പറയാട്ടോ. ക്ലാസ് ഒക്കെ ഷെയർ ചെയ്യണം. ഇനി എപ്പോഴും റേഞ്ച് ഉള്ള സ്ഥലത്ത് ഇരുന്നാൽ മതി. ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടാകുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ എന്താ പറയാ ഒരു സുഖം കിട്ടണില്ല. പക്ഷെ നല്ല ക്ലിയർ ആയതാകുമ്പോൾ നല്ല മാഷാഅല്ലാഹ് സൂപ്പറാണ്. അങ്ങനെ ഇടയ്ക്ക് നല്ല റേഞ്ച് ഉള്ള സ്ഥലത്ത് അവിടെ നല്ലതായിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത തവണ ശ്രദ്ധിക്കാം. അപ്പം ഓക്കെ, നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നാളെ ന്യൂ ഇയർ ആണല്ലോ. അപ്പം ആ ഒരു എല്ലാവർക്കും ഡേ ഹാപ്പി ന്യൂ ഇയർ. നമ്മള് ഹാപ്പി ന്യൂ ഇയർ.
അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓക്കെ മിസ്. ഓക്കെ താങ്ക് യു.